ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ കുറച്ച് ദിവസങ്ങളായി വോയിസ് വീഡിയോയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു. ചില സാങ്കേതികമായ പ്രശ്നങ്ങളും തിരക്കുകളും കൊണ്ട് വോയിസ് വീഡിയോ ചെയ്യുവാൻ കഴിഞ്ഞില്ല. കുറച്ചധികം നാളുകളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ലളിതമായ ജീവിതം നമുക്ക് നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് രണ്ട് വർത്തമാനം എൻ്റെ പ്രേക്ഷകരോട് പറയണമെന്നുള്ളൊരു ആഗ്രഹം. അതായത്, നമ്മൾ ലളിതമായി ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും അതുപോലെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് സമയങ്ങളും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മൾ ബാല്യത്തിലൊക്കെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളോട് ആരെങ്കിലും നിർബന്ധിക്കുകയോ ചിട്ടയോടെ അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് നിഷ്കർഷിക്കുകയോ ചെയ്യുകയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര മനോഹരമായി ജീവിച്ചു പോകാമായിരുന്നു എന്ന് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിന്തിച്ചു പോവുകയാണ്. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ശരിക്കും നെട്ടോട്ടം ഓടുകയാണ് നമ്മൾ മനുഷ്യർ. വാരിക്കൂട്ടാനുള്ള പ്രവണത, എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹം, ഇതിനിടയിൽ ചിലത് വെട്ടിപ്പിടിക്കും, ചിലത് കൈവിട്ടു പോകും, വീണ്ടും നമ്മൾ അതിന് മുതിരും. 1 വച്ചാൽ 2, 2 വച്ചാൽ 4 എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അവസാനം പാമ്പും കോണിയും കളിച്ചതുപോലെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്ന ഒരവസ്ഥയും വന്നു ചേരും. പിന്നീട് നമുക്ക് അതിനൊന്നും സമയം കിട്ടാറില്ല. കാരണം ജീവിതം കുറച്ച് കാലമേ അല്ലേ ഉള്ളൂ. ആ ജീവിതം എങ്ങനെ മനോഹരമായി ജീവിച്ചു പോകാമെന്ന് എല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് അനുഭവപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിലേക്ക് അത് തെളിഞ്ഞു വരിക. ഇവിടെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ ലളിതമായി ജീവിക്കണമെന്ന് എല്ലാവരും ചിന്തിച്ചാൽ എങ്ങനെയായിരിക്കുമെന്ന് ചിലപ്പോൾ എല്ലാവരും ചോദിച്ചേക്കാം. എല്ലാവരും ലളിതമായി ജീവിക്കാൻ ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ അനവധി കോടി വർഷങ്ങൾ ഇനിയും നിലനിന്ന് പോകും. പ്രപഞ്ചവും വളരെ സന്തോഷകരമായ മനോഹരമായ കാഴ്ചകളുമായിട്ട് മുമ്പോട്ട് പോകുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം നമ്മൾ ഒരാൾ ആഗ്രഹിച്ച് വാരിപ്പിടിക്കാൻ വെട്ടിപ്പിടിക്കാനും നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ ഒരുപാട് മറ്റുള്ളവർ ക്ഷയിച്ചു പോകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തത്വശാസ്ത്രങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഭക്ഷണം തന്നെ മിതമായി കഴിച്ചാൽ അതുണ്ടാകുന്ന സുഖത്തെക്കുറിച്ച് ആരോടും പറയേണ്ടതില്ല. കാരണം അരവേർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം, മതിയായില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അത് കഴിച്ച് അല്പനേരം കഴിഞ്ഞാൽ അമിതമായി വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ വല്ലാത്തൊരു സുഖമാണ് അനുഭവപ്പെടുക. ഇതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരുപാട് വസ്ത്രങ്ങൾ നമുക്കുണ്ട് എന്ന് വിചാരിക്കുക. നമുക്ക് ഒരിടത്ത് യാത്ര പോകണം, ടൈം കൃത്യമായിട്ട് പാലിക്കേണ്ട നമ്മൾക്ക് ഏത് വസ്ത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് ടെൻഷൻ വരും. സ്വാഭാവികമായും മാച്ചിങ് ഒപ്പിച്ച് ഡ്രസ്സുകളും ചെരുപ്പുകളും അതുപോലെ മേക്കപ്പും എല്ലാം ഏത് വേണമെന്നുള്ള ചിന്തിച്ച് നമ്മുടെ സമയം കുറേ നഷ്ടപ്പെട്ടു പോകും. അതേസമയം 1, 2 അല്ലെങ്കിൽ 5, 6 ജോഡി ഡ്രസ്സുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തീരുമാനമാകുകയും ചെയ്യും. നമ്മളുടെ കാര്യങ്ങൾ 1, 2, 3 പറഞ്ഞ് നടന്നു പോവുകയും ചെയ്യും. അതുപോലെ തന്നെ യാത്രകൾ. നമ്മൾ യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഭീമാകാരനായ വലിയ വാഹനങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ ആ വാഹനം കൊണ്ട് നമ്മൾ ഒരു തിരക്കുള്ള ടൂറിസം പ്ലേസിലേക്ക് നമ്മളൊന്ന് പോയി നോക്കുക. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന ചിലതൊന്നുമല്ല. നമുക്ക് അവിടെ ചിലപ്പോൾ ആ ടൂറിസം പ്ലേസിലേക്ക് എത്തപ്പെടുവാൻ പോലും കഴിയില്ല. അതേസമയം ഒരു ചെറിയ വാഹനമാണ് എങ്കിൽ നമുക്ക് അതിനിടയിലൂടെ എങ്ങനെയുമൊക്കെ കടന്നുപോയി നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ പോയി തിരികെ വീട്ടിലെത്താൻ സമയത്തിന് കഴിയും എന്നുള്ളതും വസ്തുതയാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വളരെ സിംപ്ലിസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ജീവിതം മനോഹരമായി തീരും എന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വാരി പിടിച്ച് വെട്ടിക്കൂട്ടി എല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണോ നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ, നിങ്ങൾ മിടുക്കനാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്നും തുറന്നു പറയുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ജീവിക്കുന്നത് എന്ന് മാത്രമാണ് പറയുവാനുള്ളത്. സിമ്പിളായി എങ്ങനെ ജീവിക്കാമെന്ന് വളരെ ഇഷ്ടത്തോടെ തന്നെ ഞാൻ ഇപ്പോൾ ജീവിച്ചു പോവുകയാണ്. അതിനെക്കുറിച്ച് മറ്റു വാചകങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, വെട്ടിപ്പിടുത്തമൊക്കെ നല്ലതാണ്, പക്ഷേ നിലനിർത്താനാണ് പാടുപെടുക. നമ്മൾ അമിതമായി എന്ത് സമ്പാദിച്ചോ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. അതേസമയം തൻ്റെ കൈയുടെ ചൂടേറ്റ് തല വച്ച് കിടന്നുറങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖിക്കേണ്ടി വരില്ല. അതേസമയം കിടന്നാൽ ഉറക്കം വരാത്തവർ ആർക്കാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടും സിമ്പിളായി ലളിതമായി ജീവിച്ചു പോകാൻ നാം ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറയുവാനുള്ളത്. ഈ കോവിഡ് കാലത്തിന് ശേഷവും അതുപോലെ പ്രളയകാലത്തിന് ശേഷവും ഒക്കെ ജനങ്ങളിൽ വന്ന മാറ്റം അത് കാണിക്കുന്നുണ്ട്. കാരണം
ഓരോ ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ, ഓരോ ടൂറിസം കേന്ദ്രങ്ങളിലും അതുപോലെ മറ്റ് കല്യാണങ്ങളിലുമൊക്കെ ചെല്ലുമ്പോൾ എല്ലാ ചടങ്ങുകളിലുമൊക്കെ മാറ്റം വന്നിരിക്കുന്നു. കാലങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം ജീവിതം ചെറുതാണ്. അത് ഏത് നേരവും പ്രകൃതിയുടെ വികൃതി കൊണ്ടോ നമ്മുടെ കൈപ്പിഴ കൊണ്ടോ നമ്മളുടെ കാൽക്കുലേഷൻ തെറ്റിയത് കൊണ്ടോ ഒക്കെ നഷ്ടപ്പെടാം. അതിനാൽ ജീവിതം ലളിതമായി സന്തോഷകരമായി ജീവിക്കുക എന്നുള്ളൊരു പ്രവണത എല്ലാ മേഖലയിലും നമുക്കിന്ന് കാണുവാൻ കഴിയും. അത് പെട്ടെന്ന് നമ്മുടെ വ്യാവസായിക മേഖലയെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ഇത്തരത്തിൽ ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇതിനെ ബാലൻസ് ചെയ്ത് ഇതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് ജനങ്ങൾ ജീവിത നിലവാരം ഭംഗിയായി പോവുകയും ചെയ്യും. ലളിതമായ ജീവിതത്തിൽ ലളിതമായ വ്യാപാര വ്യവസായങ്ങൾ തനതായി നിലനിന്ന് സ്വസ്ഥമായ ഒരു പ്രപഞ്ചം അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, ഒരു പ്രകൃതി നമ്മുടെ കേരളത്തിലും ലോകത്തും നിലനിന്ന് പോകും എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. എന്തായാലും ഞാൻ വളരെ ലളിതമായി തന്നെ ജീവിക്കുവാൻ, വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇത് ബാല്യത്തിലെ നമുക്ക് തിരിഞ്ഞില്ല, അല്ലെങ്കിൽ നമ്മളെ ആരും അതിന് പ്രേരിപ്പിച്ചില്ല. ചുരൽ വടിയുമൊക്കെ ആയി ആരും നിഷ്കർഷിച്ച് നമ്മളെ ചിട്ടപ്പെടുത്തി ജീവിച്ചില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പഴമക്കാരെ അല്ലെങ്കിൽ കാരണവന്മാരെ നമ്മൾ മനഃപൂർവ്വം കുറ്റപ്പെടുത്തുകയല്ല. അവരൊക്കെ ജീവിച്ചത് പോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്ന് നമുക്കറിയാം. അവർ സമ്പാദിച്ചതാണ് നമ്മളുടെ സ്വത്ത്. അതുപോലും സംരക്ഷിക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, ലളിതമായ ഭക്ഷണം, ലളിതമായ യാത്രകൾ, അതുപോലെ കുറച്ച് ഡ്രസ്സുകൾ, മിതമായ അധ്വാനമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നും നമുക്ക് വേണ്ടത് നമ്മൾ അധ്വാനിക്കുക. അത് ഏത് തരത്തിലാണ് അധ്വാനമില്ലാതെ ജീവിതമില്ല. അപ്പോൾ അധ്വാനം, അതുപോലെ ഭക്ഷണം, വിശ്രമം, കായിക വിനോദങ്ങൾ എല്ലാം നമുക്ക് വേണം. അങ്ങനെ എല്ലാം ലളിതമാക്കുക എന്നുള്ള ഒറ്റ കാരണം മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അത് തരുന്ന സന്തോഷവും സമാധാനവും സമയവും ഒരുപാടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. എന്നെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. ഗുഡ് ബൈ.